ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ ഒരു വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ഇത് സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് പുറത്ത് പോകൽ, ഔട്ടിങ്ങും അതുപോലെ തന്നെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഇത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോഴും വീട്ടിൽ തന്നെ ആണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഒരു കുറ്റി ചൂട് പുട്ട്, ചിരട്ട പുട്ടാണ്. അപ്പോൾ ഇപ്പം 1-2 ദിവസമായിട്ട് പുട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ഇക്ക കഴിച്ചോളും. ഇക്കക്ക് ഭയങ്കര ഇഷ്ടമാണ് ചൂട് പുട്ട്. കടലക്കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും അതുപോലെ തന്നെ പഴത്തിൻ്റെ കൂടെയും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്, പൊയ്ക്കോളും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പുട്ടിൽ തന്നെ 1-2 ദിവസമായിട്ട് പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എന്താണേലും ഭയങ്കര എളുപ്പമാണല്ലോ, കാരണം പുട്ട് റെഡിമെയ്ഡ് പുട്ടുപൊടിയാണ്. അപ്പോൾ ജസ്റ്റ് ചെറു ചൂടുവെള്ളത്തിൽ നനച്ച് റെഡിയാക്കുവാണെങ്കിൽ പുട്ട് ഭയങ്കര ഈസിയാണല്ലോ. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹെവി കുക്കിങ്ങിലേക്കൊന്നും പോയില്ല. അപ്പോൾ കുറച്ച് പുട്ട് റെഡിയാക്കി. അതിൻ്റെ കൂടെ തന്നെ കടലക്കറിയാണ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് ചായയും. അപ്പോൾ നല്ല ചൂട് പുട്ടിൽ തേങ്ങ ഒക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴത്തിൻ്റെ കൂടെയാണെങ്കിലും കറികളുടെ കൂടെയാണെങ്കിലും പുട്ടിന് തേങ്ങ കൂടുതലാകുമ്പോഴത്തേനും ഭയങ്കര ഒരു ടേസ്റ്റാണ്. പിന്നെ പുട്ടിന് തേങ്ങ ഇഷ്ടമേ ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, ആ ഒരു കാറ്റഗറിയും ഉണ്ട്. അപ്പോൾ നമുക്കൊക്കെ പുട്ടിന് നല്ല ചൂട് പുട്ട്, കറിയൊന്നും ഇല്ലെങ്കിലും പുട്ടിൻ്റെ കൂടെ ആ തേങ്ങ മാത്രം കൂട്ടിയിട്ട് ഒരു പപ്പടം പൊരിച്ചതും ഉണ്ടെങ്കിൽ പുട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ കടലക്കറി ഉള്ളത് കൊണ്ട് കടലക്കറി കൂട്ടി കഴിക്കുകയാണ്. പിന്നെ പഴവും കൂട്ടി പുട്ടെടുക്കാറുണ്ട്. അപ്പം പഞ്ചസാര ഇപ്പം പുട്ടും പഴവും പഞ്ചസാരയായിരുന്നു പണ്ടത്തെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പഞ്ചസാര ഉപേക്ഷിച്ചിട്ട് പുട്ടും പഴവും മാത്രമാണ്, അതാണ് ഇപ്പോഴത്തെ ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുട്ടിൻ്റെ ഒപ്പം തന്നെ ഏത്തപ്പഴം പുഴുങ്ങാനായിട്ട് വെച്ചായിരുന്നു. പക്ഷേ അത് പുട്ട് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അത് ആയത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളെല്ലാവരും ഓരോ പീസ് ഏത്തപ്പഴം പുഴുങ്ങിയതും കൂടെ കഴിച്ചു. സാറ പുട്ടും കടലയും കഴിച്ചില്ല. സാറ ഒരു ഏത്തപ്പഴം സാറയ്ക്ക് ഇങ്ങനെ കൊടുത്തു, പുഴുങ്ങിയത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്ന് ഒന്ന് പുറത്തു പോകുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിന്നറിന് പോയായിരുന്നു. അപ്പോൾ അതിന് മുന്നേ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമ്മുടെ പർച്ചേസ് കാര്യങ്ങളും പരിപാടികളൊക്കെ സൺഡേയിലേക്ക് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ സൈറു നമ്മുടെ റിസപ്ഷൻ ഏരിയയിൽ മക്കൾ ഇക്കാനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ പുറത്ത് ഇത് നട്ടുച്ച സമയമാണ്. അപ്പോൾ പുറത്ത് അത്യാവശ്യം ചൂടും വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ റിസപ്ഷൻ ഏരിയയിൽ ഇരുത്തിയിട്ട് ഇക്ക കാറ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഇക്ക കറക്റ്റ് നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേനും നമ്മൾ വണ്ടിയിലേക്ക് കയറി പോകും. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി ഏറ്റവും ആദ്യം തന്നെ നമ്മളിത് വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു 12 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ ലഞ്ച് ഇന്ന് പുറത്തുനിന്നാണ്. അപ്പോൾ നമ്മൾ കിസൈസിലെത്തിയിട്ടുണ്ട്, ദുബായിൽ കിസൈസിലെത്തിയിട്ടുണ്ട്. കിസൈസിലെ ക്ലാസിക് റെസ്റ്റോറൻറ്റ്. അപ്പോൾ പെട്ടെന്ന് ക്ലാസിക് റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അപ്പം ഇവിടെ എന്ന് പറയുന്ന ഒരു ഓർമ്മയെന്ന് പറയുന്നത് ഒരു നോമ്പ് തുറയ്ക്കുക, ഒരു റമളാൻ മാസം നോമ്പ് തുറക്കാനായിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല ഒരു പാക്കേജും അതുപോലെ തന്നെ നല്ലൊരു ബുഫേ അല്ല, നല്ലൊരു നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അടിപൊളി, നന്നായിട്ട് ഓക്കെ ആയിട്ടാണ് നമ്മളിവിടെ നിന്ന് നോമ്പൊക്കെ തുറന്നിട്ട് ഇറങ്ങിയത്. പിന്നെ അതിന് ശേഷം ഇവിടെ പിന്നെ വരുന്നത് ലഞ്ച് കഴിക്കാനും ഡിന്നറിനൊന്നും ഇവിടെ പിന്നീട് വന്നിട്ടില്ല. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എന്താണേലും എനിക്ക് മീൽസ് മതിയായിരുന്നു. ചട്ടിച്ചോറ്, പൊതിച്ചോറ്, അവക ഐറ്റംസ് ഒന്നും വേണ്ട. തനി നാടൻ ഉച്ചയൂണ് മീൽസ് കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ അവരാദ്യം അവിയൽ വെച്ചു, പിന്നെ കാളൻ, വൻപയറും ചീരയും കൂടി ഇട്ടിട്ടുള്ള ഒരു തോരൻ, പിന്നെ ചമ്മന്തി, പിന്നെ മധുരക്കറി, പിന്നെ ഫിഷ് കറി,
പിന്നെ നമ്മുടെ രസം ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം, മോര് കാച്ചിയത്, സാമ്പാർ, അങ്ങനെ എല്ലാ ഐറ്റംസും ഓരോന്നോരോന്നായിട്ട് വന്നു. രസമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് നല്ല കുടിക്കാൻ പറ്റുന്ന ടൈപ്പ് അടിപൊളി രസം. പിന്നെ നല്ല സൂപ്പർ ഒരു പാൽപ്പായസം ഉണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ ഞാൻ നമ്മുടെ കറികൾ ഓരോന്നോരോന്നായിട്ട് വരുന്നത് ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. എന്താ പറയുക, നമ്മൾ ഈ ക്ലാസിക് റെസ്റ്റോറൻറ്റിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മിക്ക കൊളീഗുമായിട്ട് ഇവിടെ വന്ന് ലഞ്ച് കഴിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടുത്തെ മീൽസ് തന്നെയാണ് ഇക്ക കഴിച്ചത്. ഇക്കൊക്കെ അപ്പോൾ മീൽസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കഴിച്ചപ്പോഴും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മീൽസ് തന്നെയായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ചാൽ, നല്ല സാമ്പാറാണേലും അവിയലാണേലും എല്ലാം നല്ല, കറികൾക്കൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, ബൗളിൽ നമുക്ക് മീൻകറി കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ അധികം മീൻകറി ഒഴിച്ചിട്ട് ഊണ് കഴിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ കൂടുതലും ഒരു വെജിറ്റേറിയൻ ഫുഡുകളോട് കൂടുതൽ താല്പര്യമാണ്. അപ്പോൾ ആ ഒരു സാമ്പാറും ആ ഒരു അവിയലും ഒക്കെ ചേർത്ത് കൂട്ടിക്കുഴച്ച് കഴിക്കാനായിട്ട് ആണ് എനിക്കിന്ന് തോന്നിയതെങ്കിലും നമ്മൾ നോൺ വെജ് സൈഡായിട്ട് വാങ്ങിച്ചായിരുന്നു. പക്ഷേ വാങ്ങിച്ച് കഴിഞ്ഞിട്ടാണ് അധികം പോകുന്നില്ല. അപ്പം അതങ്ങനെ ഇരിക്കുകയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരാവേശത്തിൽ ഫിഷ് എന്തോ ഓർഡർ ചെയ്തായിരുന്നു. പക്ഷേ ഫിഷിനെക്കാളും ഒക്കെ ഭയങ്കര ആസ്വദിച്ച് കഴിച്ചത് സാമ്പാറും ചോറും, അതുപോലെ തന്നെ നല്ല അടിപൊളി മോര് കാച്ചിയതായിരുന്നു കേട്ടോ. കുറച്ച് ചോറ് സാമ്പാറും കൂട്ടി കഴിച്ചു. പിന്നീട് കുറച്ച് മോര് കാച്ചിയതും കൂടെ കൂട്ടി കഴിച്ചു. പിന്നീട് രസം കൂട്ടി കഴിച്ചു. ആ ഒരു എന്താ പറയുക, ഒരു പക്ക വെജിറ്റേറിയൻ ഊണ് കഴിക്കാനാണ് ശരിക്കും ഇന്നലെ തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് മീൽസ്, സാധാരണ ഞാനിങ്ങനെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ ലഞ്ചിന് വരുമ്പോഴത്തേക്കും ചട്ടിച്ചോറ് ഓർഡർ ചെയ്യാറുണ്ട്. അപ്പം ചട്ടിച്ചോറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താ പറയുക, മുട്ട പൊരിച്ചതും ഇറച്ചിയും അതുപോലെ തന്നെ ഫിഷും മീൻകറിയും എല്ലാം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു നോൺ വെജ് കോംബോ കഴിക്കാനായിട്ട് ഒട്ടുമേ തോന്നിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കഴിക്കാനായിട്ട് എന്തായാലും തോന്നിയത്, എന്തായാലും നല്ല അടിപൊളി സാമ്പാറൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സാമ്പാർ, നമുക്ക് സാമ്പാറും പപ്പടവും മാത്രം കുഴച്ച് കഴിക്കുമ്പോഴത്തേനും സാമ്പാർ അത്യാവശ്യം നല്ലതാണെങ്കിലല്ലേ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുള്ളൂ. എന്താണേലും ഭയങ്കര ടേസ്റ്റുള്ള സാമ്പാറും അവിയലും ഒക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് പപ്പടം തന്നതെന്ന് അവർ മടുക്കുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പപ്പടമായിട്ടും 2 പപ്പടമായിട്ടും ഇടയ്ക്കിടയ്ക്ക് അവരോട് പപ്പടം ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു. അൺലിമിറ്റഡ് നമുക്ക് കറീസൊന്നും ഒരു മടിയും കൂടാതെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് സാമ്പാറും അവിയലും. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഞാനും ഇക്കായും മീൽസാണ് കഴിച്ചത്. സാറയ്ക്ക് ചട്ടിച്ചോറ് വേണം. എനിക്ക് സാറ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കംപ്ലീറ്റ് വേസ്റ്റ് ആക്കാനാണ്. എന്ന് വെച്ചാൽ, എനിക്ക് സാധാരണ ഞാൻ മോള് ചട്ടിച്ചോറൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേനും അവളുടെ ഒക്കെ കഴിച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് നോൺ വെജിനോട് ഒരു താല്പര്യമില്ല. അപ്പം അതിൻ്റെ അകത്ത് സാറയുടെ ചട്ടിച്ചോറിലാണെങ്കിൽ ഒരു ബീഫ് ചട്ടിച്ചോറാണെങ്കിൽ ഒട്ടും സാറ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ ചട്ടിച്ചോറാണ് പറഞ്ഞത്. അപ്പോൾ ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈയും മുട്ട പൊരിച്ചതും മീൻകറിയും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സൈഡിൽ നിന്ന് സാറയുടെ പ്ലേറ്റിൽ നിന്ന് ആ മുട്ട പൊരിച്ചതെങ്കിലും എടുത്തു. കാരണം സാറ കംപ്ലീറ്റ് വേസ്റ്റ് ആക്കാനാണ്. പിന്നെ ചട്ടിച്ചോറായതുകൊണ്ട് തന്നെ നമുക്ക് പാഴ്സൽ എടുക്കാനുള്ള ഓപ്ഷനും ഇല്ല. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ, റൈസ്, സാറയുടെ ചട്ടിച്ചോറിലെ റൈസിൻ്റെ ക്വാണ്ടിറ്റി തീരെ കുറച്ച് മതി എന്ന് പറഞ്ഞു. എങ്കിലും ആ നോൺ വെജൊക്കെ വേസ്റ്റ് ആക്കിയപ്പോഴത്തേനും സങ്കടം വന്നു. പിന്നെ ഇക്കാന്ന് പറയുന്നത് ഒരു നെത്തൊലി, നമ്മുടെ ചെറിയ മീനുണ്ടല്ലോ, പൊടിമീൻ, അത് ഓർഡർ ചെയ്തു. ഞാൻ ഒരു മത്തി, എനിക്ക് വേണ്ടായിരുന്നു, എങ്കിലും ഞാൻ സാമ്പാറിൻ്റെ കൂടെ കഴിച്ചാൽ നന്നായിരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു മത്തി തവ ഫ്രൈ ഓർഡർ ചെയ്തു. അതൊന്നും അല്ല ആസ്വദിച്ച് കഴിച്ചത് ഈ സാമ്പാറും രസവും മോര് കാച്ചിയതും ഒക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ സാമ്പാർ കൂട്ടി കഴിച്ചു, രസം കൂട്ടി കഴിച്ചു. ഇപ്പോൾ കുറച്ച് ചോറ് മാറ്റി വെച്ചിരുന്നു. ആദ്യമേ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ റൈസ് ഇട്ടിരുന്നു. അതുകൊണ്ട് തന്നെ റൈസ് 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ആസ്വദിച്ച് കഴിക്കണം. നല്ല മോര് കാച്ചിയതായിരുന്നു കേട്ടോ. മോരുകറി നല്ല രസമുണ്ടായിരുന്നു. പിന്നെ വേണ്ടെങ്കിൽ പോലും ഫിഷ് ഫ്രൈ ഒക്കെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കുകയാണ്. പക്ഷേ ഫിഷ് ഫ്രൈ ഒക്കെ മാറ്റി വെച്ചിട്ട് ആ പപ്പടം ഒക്കെ കൂട്ടി, പപ്പടവും മോരുകറിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ആ ഒരു കോംബോ ആണ് സൂപ്പർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ, ഈ ഫിഷും മുട്ടയും ചിക്കനും എല്ലാം മാറ്റി നിർത്തിയിട്ട് കംപ്ലീറ്റ് പ്യുവർ ഒരു വെജിറ്റേറിയൻ
മീൽസ് ആയിരുന്നെങ്കിൽ അതായിരുന്നു ബെറ്റർ എന്നാണ്. നല്ലതായിരുന്നു, അടിപൊളിയായിരുന്നു, ടേസ്റ്റ് വൈസ് സൂപ്പറായിരുന്നു. പിന്നെ നമ്മളത് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത്. ഒരു 2:30 കൂടി എത്തിയെങ്കിലും 2:33 കൂടി എത്തിയെങ്കിലും അത്യാവശ്യം മീൽസ് കിട്ടി. മീൽസ് ഉണ്ടായിരുന്നു. മീൽസിന് അവിടെ നല്ല തിരക്കായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാ ടേബിളിലും വാഴയില ഇട്ടിട്ട് മീൽസ് വിളമ്പുന്ന ഒരു സീനാണ് കംപ്ലീറ്റ് കണ്ടത്. പിന്നെ അതിന് ശേഷം സാറ വെറുതെ ചട്ടിച്ചോറൊക്കെ വാങ്ങിച്ച് അവിടെ കുഴച്ച് മറിച്ച് വെച്ചു. സാറൊക്കെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഓർഡർ ചെയ്തു. പിന്നെ ഇക്ക ഒരു സോഡ ലൈം ജ്യൂസ് അതും ഓർഡർ ചെയ്തു. പിന്നെ ഇത് ഞാൻ ലാസ്റ്റ് കുറേ ഫിഷ്, നെത്തോലി ഫിഷൊക്കെ ബാക്കി വന്ന് അത് കളയാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സവോളയൊക്കെ ചേർത്ത് ഫിഷ് ഫ്രൈ ഒന്ന് കഴിച്ച് നോക്കുകയാണ്. പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ടും അത് തീർക്കാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വയറ് അത്രത്തോളം നിറഞ്ഞായിരുന്നു. ഇനിയും കഴിച്ചു കഴിഞ്ഞാൽ വിഷയമാകും എന്നുള്ളൊരു സ്റ്റേജ് എത്തിയായിരുന്നു. കാര്യം വെച്ചാൽ സാമ്പാറും കൂട്ടി നമുക്ക് നല്ല പിടി പിടിച്ചായിരുന്നു ചോറ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താ പറയുക, സാറ അവിടെ നിന്നുപോയി. സാറയ്ക്കിപ്പം ക്ലാസ്സിലൊക്കെ ആണെങ്കിലും വാട്ടർ ആനിമൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫിഷസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൾക്ക് അക്വേറിയം കാര്യമൊക്കെ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തോന്നി. അവൾ ഫിഷസിനെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. എന്താ പറയുക, ഏറ്റവും ലാസ്റ്റ് അവളെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടുപോയതും നമ്മുടെ ദുബായ് മോൾ വാട്ടർ ആനിമൽസിനെ കാണിക്കാനൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഇതാ സാറ ജ്യൂസും കുടിച്ചില്ല. ആ ജ്യൂസും എനിക്ക് തന്നിട്ട് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ റാസൽ ഖോർ, ദുബായിൽ റാസൽ ഖോർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലാണ് വന്നത്. നമ്മൾ താമസിക്കുന്ന വർസാനിലാണ്. അപ്പോൾ വർസാൻ്റെ ഓപ്പോസിറ്റാണ് റാസൽ ഖോർ എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഫ്രഷായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് വെജിറ്റബിൾസിനല്ല, ഫ്രൂട്ട്സാണ്. കാരണം വെജിറ്റബിൾസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ ചിലവില്ല. ഈ കടല, പയറ്, പരിപ്പ് ആ വക വർഗംസാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ചിക്കൻ, അങ്ങനെ വീട്ടിൽ ചിക്കൻ ഫ്രൈ അത് ഇതൊക്കെയാണ്. പക്ഷേ എനിക്ക് നല്ല ഫ്രൂട്ട്സ്, നമ്മളിപ്പം ഫുഡിൽ ഡയറ്റിൽ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് കൊച്ചിന് സ്കൂളിൽ ടിഫിനിലാണെങ്കിലും ഫ്രൂട്ട്സ് നന്നായിട്ട് വെച്ച് വിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ നോർമലി ലുലു, എന്താ പറയുക, നെസ്റ്റോ ഈ വക സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് വാങ്ങിക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീല്, ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ്, ഒരു സ്വീറ്റ് കുറവോ ടേസ്റ്റ് കുറവോ എന്തോ ഒരു ഫീല്. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ്, ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ദുബായിലുണ്ടായിരുന്നെങ്കിൽ പോലും ഇവിടെ അധികം അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുകയാണ്. എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ഇവിടെ 1 kg 2 kgക്കൊക്കെ 5 ദിറംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഏകദേശം ഒരു എന്താ പറയുക 100 രൂപ. അത് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഉണ്ടല്ലോ, പെർ പീസ് 2 ദിർഹംസ്, അങ്ങനെ ആ ഒരു സെറ്റപ്പ് ഭയങ്കരമായിട്ട്. പിന്നെ ഇപ്പം നമ്മൾ ഒരു എന്താ പറയുക, നല്ല ഇപ്പോൾ പല മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മിനി ഷോപ്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരാളുടെ ഷോപ്പിൽ പോയി, നല്ല സർവീസായിരുന്നു പുള്ളി. ഭയങ്കരമായിട്ട് പുള്ളി എല്ലാം നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ള ഓരോരോ ഐറ്റംസ്. പിന്നെ നമ്മൾ പറയുന്ന ഇപ്പോൾ 5 ദിറംസിന് അല്ലെങ്കിൽ 2 ദിറംസിന് നമുക്ക് പറയുന്ന ക്വാണ്ടിറ്റിയിൽ പറയുന്ന ഐറ്റംസ് റേറ്റിന് എടുത്ത് തരുന്നുണ്ടായിരുന്നു. അയ്യോ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓറഞ്ചൊക്കെ കുറേ നാളായിട്ട് മിസ് ചെയ്യായിരുന്നു. കാരണം ഈ ഒരു ഓറഞ്ച് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സീഡ്ലെസ് ഓറഞ്ച്, അത് കുറേ ആയിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ അത് കിട്ടി. ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോബെറി ആപ്പിൾ, ആ ഒരു കംപ്ലീറ്റ് ബോക്സ് സ്ട്രോബെറി ആപ്പിളിന് 5 ദിറംസ് എങ്ങാണ്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഓറഞ്ച് ഉണ്ടല്ലോ, ആ സീഡ്ലെസ് ഓറഞ്ച്, അത് എന്താ പറയുക 1 kgക്ക് 5 ദിറംസേ ഉള്ളൂ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് പെർ പീസിന് 2 ദിറംസ്. പിന്നെ സ്ട്രോബെറി ഒരു ബോക്സിന് 5 ദിറംസും. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദുബായിലുള്ളവരാണെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. കാര്യം എന്താ വെച്ചാൽ ഭയങ്കര സൂപ്പർ ഫ്രഷ് ടേസ്റ്റി ആയിട്ടുള്ള ക്വാളിറ്റി ഫ്രൂട്ട്സ്
വളരെ കുറഞ്ഞ റേറ്റിന്. കാരണം നമ്മൾ ബാക്കിയുള്ള മാർക്കറ്റുകളിലൊക്കെ പോയി വില കൊടുത്തിട്ട് ക്വാളിറ്റി കുറഞ്ഞ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കുന്നതിലും നമ്മളിതൊക്കെ എടുത്ത് ഞാലിപ്പൂവൻ പഴം, എന്താ പറയുക, പിന്നെ റംബൂട്ടാൻ എടുത്ത്, റംബൂട്ടാനൊക്കെ നമുക്ക് എന്താ പറയുക വേണ്ട പോർഷനിലേക്ക് അവർ കുറച്ച് റേറ്റിന് നമുക്ക് തൂക്കിത്തരും. പിന്നെ നമ്മുടെ നാട്ടിലെ റോബസ്റ്റാപ്പഴം, എനിക്ക് കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലെ റോബസ്റ്റാപ്പഴവുമായിട്ട് ഇവിടുത്തെ റോബസ്റ്റാപ്പഴത്തിന് ഡിഫറൻസ് ഉണ്ട്. അപ്പം നാട്ടിലെ സെയിം റോബസ്റ്റാപ്പഴം എനിക്ക് ഇവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടി. പിന്നെ കോൺ, നല്ല ഫ്രഷ് കോൺ പെർ പീസിനൊക്കെ 1 ദിറംസോ 2 ദിറംസോ ഒക്കെ. ഇങ്ങനെയൊക്കെ ഇത്രയും അഫോർഡബിൾ പ്രൈസിന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്ത് എന്നാന്ന് വെച്ചാൽ ഒരുപാട് വാങ്ങിച്ചു കൂട്ടിയില്ല, ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചു കൂട്ടിയില്ല. 1 വീക്കിനുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിച്ചു. എന്നാന്ന് വെച്ചാൽ ഇനിയിപ്പം എന്താണേലും നമ്മൾ വർസാനിലാണ്. റാസർഖോർ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ദൂരമൊന്നുമല്ല. അപ്പം നമ്മൾ എന്തായാലും വീക്കെൻഡ്സിൽ ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ വീക്കെൻഡ്സിൽ നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് നെക്സ്റ്റ് വീക്കെൻഡിൽ പർച്ചേസ് ചെയ്യാം എന്ന് വിചാരിച്ച്. അപ്പം ഫ്രഷായിട്ട്, അപ്പം ഇത്രയും ഫ്രഷായിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുമ്പോൾ ഒരുപാട് ബൾക്കായിട്ട് വാങ്ങിച്ച് അത് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും അതിൻ്റെ ഫ്രഷ്നെസ് നശിപ്പിച്ച് കളയുന്നതിനേക്കാളും എന്താ പറയുക പല നമ്പർ ഓഫ് ഐറ്റംസ് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. ക്വാണ്ടിറ്റി വൈസ് കുറവാണ് വാങ്ങിച്ചത്. അപ്പം എന്താണ് ഇത് നമുക്ക് 1 വീക്കിൽ വേണ്ട ഫ്രൂട്ട്സ്. പിന്നെ ഞാൻ വെറുതെ ലോലിപോപ്പ് വാങ്ങിച്ച് എന്താ പറയുക കഴിച്ച് കളയുന്നതിനേക്കാളും ഒരു ക്യാപ്പുള്ള വെറൈറ്റി ടൈപ്പ് ലോലിപോപ്പ് വാങ്ങിച്ച് അതാകുമ്പോഴത്തേനും കുട്ടികൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഫ്രിഡ്ജിലാണെങ്കിലും എന്താ പറയുക അതിൻ്റെ ക്യാപ്പ് ഇട്ടതിന് ശേഷം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ നല്ല ഹൈജീനിക്കായിട്ട് നല്ല രീതിയിൽ ഇരുന്നോളും. നമുക്ക് 1 ടൈം യൂസ് ചെയ്തിട്ട് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ സാറാക്ക് ആ ഒരു ലോലിപോപ്പ് കിട്ടിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ഈ ഡാൻസ് പെർഫോമൻസ്. അപ്പോൾ നമ്മൾ ഫ്രഷ് മാർക്കറ്റിൽ നിന്നിറങ്ങി. ശരിക്കും പറഞ്ഞാൽ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഞാൻ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ശ്രദ്ധിച്ചതേ ഇല്ല. കാരണം ഞാൻ ഫ്രൂട്ട്സ് കണ്ടപ്പോൾ തന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഹാപ്പിയായി. പിന്നെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം റംബൂട്ടാൻ എന്നൊക്കെ പറയുന്നത് ചെറിയ പച്ചപ്പും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു. അടിപൊളിയാണ്. ഞാൻ എല്ലാം ക്വാണ്ടിറ്റി വൈസ് കുറച്ചേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന് ഒരു പാക്കറ്റ് എടുത്തായിരുന്നു. സാലഡ് ചിപ്സ് എന്ന് പറയുന്നത് ഇടയ്ക്ക് നമുക്കൊക്കെ കുറിക്കാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. ഇതൊരു ഒമാൻ ഓറിയൻറ്റഡ് ചിപ്സാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് സ്നാക്സ് കഴിക്കണം എന്ന് തോന്നുമ്പോഴത്തേനും കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ലതാണ്. അതുകൊണ്ട് അത് ജസ്റ്റ് ഞാൻ പ്ലേറ്റിലേക്ക് എടുത്ത് ഞങ്ങൾ ഒരുമിച്ച്, ഞാനും മക്കളും ഒക്കെ ഒരുമിച്ച് ചേർന്ന് കഴിക്കുന്നതാണ് സാലഡ് ചിപ്സ്. അപ്പോൾ അതിനിപ്പോൾ എല്ലാം പുറത്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ റസൽഖോർ മാർക്കറ്റിൽ എല്ലാം പ്രൈസ് വളരെ കുറവാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഇന്ന് വാങ്ങിച്ചതിൽ നമ്മളിപ്പം റംബൂട്ടാൻ കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ്. പിന്നെ എന്താ പറയുക ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറയുന്നത് പച്ചവെള്ളത്തിൻ്റെ ടേസ്റ്റോട് കൂടി ഒരു വികാരമില്ലാത്ത കഴിക്കുന്ന ഫ്രൂട്ടെന്നാണ് ഇത്രയും നാളായിട്ട് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എൻ്റെ അഭിപ്രായം കംപ്ലീറ്റ് ആയിട്ട് മാറി. നല്ലത് കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട്. ഭയങ്കര മധുരമായിരുന്നു, നല്ല മധുരമായിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിക്കുമ്പോഴത്തേനും ഉള്ളിൽ വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പിങ്ക് പർപ്പിൾ കളറാണ് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഫ്രഷായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്താണെങ്കിലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റിൽ ഇത്രയും ഫ്രഷ്നെസ്സോട് കൂടി കഴിക്കുന്നത്. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈം കൂടുതൽ വാങ്ങിക്കണം. ഈ പ്രാവശ്യം 1-2 എണ്ണം വാങ്ങിച്ചുള്ളായിരുന്നു. ഒന്ന് ട്രൈ ചെയ്തിട്ട് ബെറ്റർ ആണെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ഇന്ന് ഡിന്നർ എന്ന് പറയുന്നത് ചൂട് കഞ്ഞിയിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് ചമ്മന്തിപ്പൊടിയും ഇട്ട് പപ്പടവും കുറച്ച് തൈര് മുളകും കൂടെ ഇട്ടിട്ടാണ് ഇന്നത്തെ ഡിന്നർ. പ്രത്യേകിച്ച് വിശപ്പൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് ഡിന്നറാണ്. അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ സൺഡേ സ്പെഷ്യൽ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലത്തെ, അതായത് സൺഡേയിലെ ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഒരു ചെറിയ പർച്ചേസ് വ്ളോഗും അതുപോലെ തന്നെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്.